ഹൈവേ ലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇൻ്റർസ്റ്റേറ്റ് 40 കൂടെയുള്ള കാലിഫോർണിയൻ യാത്രയുടെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി മിസൂറി എല്ലാം പാസ് ചെയ്ത് ഓക്ലഹോമയിലെത്തി. ഇന്ന് നമ്മൾ ഓക്ലഹോമ, ടെക്സാസ്, ന്യൂ മെക്സിക്കോ അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. ന്യൂ മെക്സിക്കോയിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകുമ്പോഴത്തേക്കും പയ്യെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ലൗസിൽ പോയി നിർത്തുവാണ്. പേര് നിൽക്കുന്നത് നമ്മുടെ അർജുൻ ഭായി ആയിരിക്കും. ഇതിന്റെ അകത്ത് കയറുമ്പോ എന്ത് സമാധാനല്ലേ, പുറത്ത് വലിയ കൊടുങ്കാറ്റും പോളും. ഇനിയിപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ വരാൻ പോകുന്നത് ടെക്സാസിലെ അമരില്ലോ എന്ന് പറയുന്ന ഒരു ടൗൺ ആണ്. അപ്പം അമരില്ലോ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മേജർ ടൗൺ എന്ന് പറയുന്നത് ന്യൂ മെക്സിക്കോയിലെ ആൽബക്കർക്കിയാണ്. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. കാര്യം നമ്മൾ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ട്രക്കുകളുടെ ബ്ലൈൻഡ് സ്പോട്ടുകളും അതോടൊപ്പം തന്നെ നമ്മൾ റോഡിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞെങ്കിലും നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ അമരിലോയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സിറ്റിയുടെ ഒരു 3-4 മൾട്ടിപ്പിൾ ലൈൻസ് ഉള്ള ഒരു റൂട്ടും അതോടൊപ്പം തന്നെ തിരക്കുള്ള അപ്പുറം ഇപ്പുറമൊക്കെ കാറുകളൊക്കെ ഉള്ള ഒരു ഏരിയയും കിട്ടും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞങ്ങ് തുടങ്ങാം. എല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞങ്ങ് തീർക്കാന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ഈ ഫുൾ ട്രിപ്പിൽ ഓരോന്നൊക്കെ ഓർമ്മ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഓരോന്ന് റോഡിൽ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞങ്ങ് പോകുന്ന ഒരു ട്രിപ്പ് പോലെ കേട്ടോ. അല്ലാതെ ഒരു സ്റ്റഡി ക്ലാസ് പോലത്തെ പരിപാടിയൊന്നുമല്ലേ. കൊട്ടും കാറ്റിലൂടെ ചീർപ്പായെന്ന അർജുമായനാണ് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. കാറ്റിനെ കീറി മുറിച്ച് പറപ്പിക്കാന്നൊക്കെ പറയുന്നത്. കാറ്റിന്റെ സ്പീഡ് കാണിക്കണമെങ്കിൽ നമുക്ക് വല്ല നല്ല മരങ്ങൾ ഇങ്ങനെ ആടി ഉലയണം. എനിക്ക് വേണമെങ്കിൽ കാറ്റാടികളൊക്കെ നിർത്തി വെച്ചേക്കുവാ. കാരണം ഈ സ്പീഡിൽ അത് അതിന്റെ ഫുൾ സ്പീഡിൽ കറങ്ങി കഴിഞ്ഞാൽ അതുപോലെ കറങ്ങി തെറിഞ്ഞ് താഴെ വീഴും. അല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ എത്രയായിരുന്നു ഈ കാറ്റിൽ അനങ്ങാതെ നിൽക്കുന്നത്? എന്തോ ഒറ്റെണ്ണം പോലും അനങ്ങുന്നില്ല. അതെല്ലാം ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും ഇത്രയും കാറ്റത്ത്. കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ അതിന്റെ സ്പീഡ്. അല്ലെങ്കിൽ ഈ കാറ്റ് തന്നെ ഇതൊന്നും അനങ്ങാത്ത ഒറ്റെണ്ണം പോലും അനങ്ങണില്ല. ആ കാറ്റെങ്ങനെ സ്റ്റിയറിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി പുഷ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അങ്ങനെ നമ്മൾ ഒഫീഷ്യലി അമരില്ലോയുടെ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ.
റോട്ടിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് തന്നെ പറയേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും ഭാരം വഹിച്ചുകൊണ്ട് പോകുന്ന വണ്ടികളല്ലേ. നിങ്ങൾക്കറിയാം, ഏത് വണ്ടിക്കാണേലും ഇപ്പം ഒരു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതായത് വണ്ടി ഓടിക്കുന്നവർക്കെല്ലാം അറിയാം, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി നിൽക്കാൻ എടുക്കുന്ന ഒരു ഡിസ്റ്റൻസ്. അതിപ്പോൾ ആ വണ്ടിയുടെ സ്പീഡും വെയ്റ്റും എല്ലാം അല്ല ബ്രേക്കിൻ്റെ കണ്ടീഷനും എല്ലാം അനുസരിച്ചിരിക്കുമല്ലോ. അപ്പോൾ ബേസിക്കലി കാറുകളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒരു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനേക്കാളും ഒത്തിരി കൂടുതലായിരിക്കും ട്രക്കുകളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിന് ഇത്രയും വലിയ വെയിറ്റും വഹിച്ചുകൊണ്ട് വരുന്ന വണ്ടികളല്ലേ ട്രക്കുകളെ. അപ്പോൾ ട്രക്കൊന്ന് ബ്രേക്ക് പിടിച്ചാൽ നിൽക്കാനെടുക്കുന്ന ഒരു സമയം ഓരോ ഡ്രൈവറും കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ട്രക്കുകൾ റോഡിൽ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുമാതിരിപ്പെട്ട ട്രക്കുകളുടെ എല്ലാം മുമ്പിൽ ഇതേണ്ട നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വണ്ടിയും ആ ഫ്രണ്ടിലത്തെ വണ്ടിയായിട്ട് ഒരു 5 കാറുകൾ കൊണ്ട് കയറ്റിടാം. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ നമുക്ക് വേഗത ഇപ്പോൾ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ട്രക്കുകൾ അല്ല കാറുകൾ മാത്രം കയറാനുള്ള സ്ഥലത്ത് കാറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം മെർജ് ചെയ്യാനുള്ള സാഹചര്യങ്ങളിലോ അപ്പുറത്തെ ഇപ്പുറത്തെ ലൈനിലേക്ക് പോകാനോ എപ്പോഴും കാറുകാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ട്രക്ക് ഉണ്ട്, അതിൻ്റെ മുമ്പിൽ സ്ഥലം ഉണ്ടാവും, അവിടേക്ക് കൊണ്ട് കുത്തി കയറ്റാന്നുള്ളൊരു പ്രവണത നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പം അതിന് കട്ട് ഓഫ് ചെയ്യാമെന്ന് പറയുക. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്രൂഷ്യൽ സാഹചര്യത്തിൽ ഒരു വണ്ടി പെട്ടെന്ന് വന്ന് നടുക്കായിട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ട്രക്ക് പിടിച്ചാൽ കിട്ടിയാലോ അറിയാമല്ലോ. ഇത്രയും വലിയ വണ്ടി വന്ന ഒരു കാറിന് ഇടിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു F-150 പോലത്തെ പിക്കപ്പ് ആണെങ്കിലും ഇടിച്ച് പപ്പടാക്കി കളയും. അപ്പം ആ കട്ട് ഓഫ് ചെയ്യുന്നതിന് അതിപ്പോൾ നമുക്ക് ക്യാമറ വഴി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിസ്സാരമായിട്ട് പറയാം അത് കാറുകാരൻ്റെ ഫോൾട്ടാണ്. ഒരിക്കലും ഇത് ഞങ്ങൾ വണ്ടി വന്ന് കണ്ടില്ല ട്രക്കിനങ്ങ് ബ്രേക്ക് പിടിച്ചുകൂടാ എന്നത് ചിന്തിച്ചിട്ട് കാര്യമില്ല. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഇല വന്ന് മുള്ളയിലിടിച്ചാലും ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇല വന്ന് മുള്ളയിലിടിച്ചാലും മുള്ള് വന്ന് ഇല ഇടിച്ചാലും നഷ്ടം ഇലയ്ക്കാണ്. ജീവൻ പോയിട്ട് പിന്നെ എൻ്റെ ഭാഗത്ത് ആ ന്യായമെന്നും എല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ട്രക്ക് ഇടിച്ചു കഴിഞ്ഞാൽ ഇടിച്ച് പപ്പടാക്കി കളയും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ട്രക്കുകളെ ഇതുപോലെ ചെറിയ സ്പേസിൽ പോയി കട്ട് ഓഫ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രക്കുകളുടെ മുമ്പിൽ ഈ മിററും കണ്ടോ. ഇതിപ്പം നമ്മളെ പോലത്തെ മോഡേൺ ഡിസൈനിലുള്ള ആ ഒരു വണ്ടികൾക്കെല്ലാം തന്നെ ഹുഡ് മിറർ എന്നറിയപ്പെടുന്ന ആ ഒരു മിറർ ഉണ്ടാവേ. പക്ഷേ നമ്മുടെ ക്ലാസിക് സ്റ്റൈലിലുള്ള കെൻവर्थോ പീറ്റർബിൽറ്റോ അല്ലെങ്കിൽ ഫ്രൈറ്റ് ലൈനറിൻ്റെ ക്ലാസിക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഈ ഹുഡ് മിറർ കാണിയല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഹുഡിൻ്റെ ആ ഒരു ഏരിയ തൊട്ട് വേണ്ട ഈ മിററിൻ്റെ ഒരു ഏരിയ വരെയുള്ള ഒരു 2 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസിൽ എന്തെങ്കിലും വണ്ടി നമ്മുടെ പാരലലായിട്ട് താഴെ ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആ വണ്ടി ഓടിക്കുന്നവർക്കെല്ലാം അതൊരു ബ്ലൈൻഡ് സ്പോട്ടായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പോലെ നമ്മളിപ്പോൾ വേണ്ട ഈ ഒരു ലൈനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് റൈറ്റ് ലൈനിലേക്ക് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു വണ്ടി കാറ് പാരലലായിട്ട് ഇവിടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻസ് ട്രക്കുകാരന് അറിയുകയില്ല. ഹുഡ് മിറർ ഇല്ലാത്തപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങ് മെർജ് ചെയ്യും. അവിടെ കാറുണ്ടെന്നുണ്ടെങ്കിൽ നാച്ചുറലി അതിനെ തള്ളിക്കൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ വൈഫിനോട് പറയാറുള്ളത്, അല്ലെ നമ്മൾ പറഞ്ഞാൽ കേൾക്കും എന്നുള്ളവരോട് പറയാറുള്ളത്, ഒരിക്കലും ഒരു ട്രക്കിൻ്റെ പാരലലായിട്ട് പോകരുത്. ഐ മീൻ ഇതിൻ്റെ പാരലൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഉള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിൻ്റെ പാരലലായിട്ട് 2 സൈഡിലും പോകാണ്ടിരിക്കുക. ഒരു ട്രക്കിനെ ഒന്നെങ്കിൽ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ പോവുക, എല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് ഞാൻ എല്ലാവരോടും തന്നെ പറയാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതായത് നമുക്കൊന്നും സംഭവിക്കാതെ നമ്മുടെ ഭാഗത്ത് മാക്സിമം സേഫായിട്ട് പോകുന്ന ഒരു സെറ്റപ്പ്. അപ്പോൾ ഡിഫെൻസീവ് ഡ്രൈവിങ്ങിൻ്റെ ഭാഗമായിട്ട് സേഫായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല റോഡിലെ പ്രവണതകളാണതല്ലാവേ. ആകുമ്പോഴത്തേക്കും നമ്മൾ വേണ്ട ന്യൂ മെക്സിക്കോയിലെത്തിയ.
ന്യൂ മെക്സിക്കോയുടെ പോർട്ട് ഓഫ് എൻട്രി എന്നറിയപ്പെടുന്ന സ്കെയിലാണിത്. ഇവിടെ വണ്ടിയെല്ലാം തൂക്കി നോക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ന്യൂ മെക്സിക്കോയിലേക്ക് കയറുന്നത്. അതോടൊപ്പം തന്നെ ന്യൂ മെക്സിക്കോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വണ്ടികൾക്ക് പ്രത്യേക ന്യൂ മെക്സിക്കോയുടെ ഒരു പെർമിറ്റും കൂടെ വേണേ. ന്യൂ മെക്സിക്കോയിലെ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെറൈൻ ടൈപ്പ് കാഴ്ചകളാണ്. ഒരു ഡെസേർട്ട് ഫീലിംഗ് ആണ് ഓൾമോസ്റ്റ് ന്യൂ മെക്സിക്കോ മൊത്തം. ഇതിനെ ഒരു ഇച്ചിരി വർണ്ണാഭമാക്കുന്നത് നമ്മൾ ആൽബക്കർക്ക് ഏരിയയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കവിടെ നേറ്റീവ് ഇന്ത്യൻസ് ഉണ്ടല്ലോ, റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ കുറച്ച് കൾച്ചറൽ പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു കളർഫുൾ സെറ്റപ്പൊക്കെ വരുമ്പോഴത്തേക്കും അതിനൊരു എന്താ പറയുന്നത്, ഒരു ഡിഫറെൻറ്റ് തീം വരും. അല്ലെങ്കിൽ പൊതുവെ ജോഗ്രഫിക്കലി സ്പീക്കിംഗ് ഇതാണ് മൊത്തത്തിലുള്ള കാഴ്ചകളൊക്കെ. അങ്ങനെ അല്പനേരത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ ആൽബക്കർക്കിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സൂര്യൻ കറക്റ്റ് ഫ്രണ്ടിലാവുന്ന ആ ഒരു ഈവനിങ്ങിൻ്റെ സമയമായതുകൊണ്ട് നമ്മുടെ സൈഡ് വിഷ്വൽസ് ആയിരിക്കും മിക്കതും ക്ലിയർ കേട്ടോ. ഈ ന്യൂ മെക്സിക്കോയും ആൽബക്കർക്കിയൊക്കെ പൊതുവെ നേറ്റീവ് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരുടെ ഒരു പ്രസൻസ് കൂടുതലുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പൊതുവെ പുറത്തേക്ക് നോൺ ആയിട്ടുള്ള സിറ്റീസ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ന്യൂയോർക്കോ കാലിഫോർണിയയോ ലാസ് വേഗാസോ ലോസ് ആഞ്ചലസോ, അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റും വീടുകളുടെയൊക്കെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലും ഒരു സിറ്റിയുടെ സ്ട്രക്ചറും ഒക്കെയാണ് നമുക്ക് ആൽബക്കർക്കിയിൽ കാണപ്പെടുന്നത് കേട്ടോ. നമ്മുടെ റോഡുകളിൽ പാലിക്കുന്ന മര്യാദകളിൽ പെട്ട മറ്റൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേണ്ട ഈ ലൈൻ ഉണ്ടല്ലോ, റൈറ്റ് സൈഡിലെ ലൈൻ, ഈ ലൈനിലായിരിക്കുമല്ലോ നമ്മൾ സാധാരണ ഗതിയിൽ ട്രാവൽ ചെയ്യേണ്ടത്. ബാക്കി ലെഫ്റ്റിലുള്ള എല്ലാം പാസിംഗ് ലൈൻസും റൈറ്റ് സൈഡിലുള്ള എല്ലാം മെർജിങ് ലൈൻസും ആയിരിക്കുമല്ലോ. അപ്പോൾ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രക്കുകൾ എപ്പോഴും വേണ്ട ഈ റൈറ്റ് സൈഡിലെ ആ ഒരു ലൈൻ കീപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ മെർജ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു രീതിയിൽ കൊളീഷൻ ഉണ്ടാകുന്ന രീതിയിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്നെങ്കിൽ നിർത്തി കൊടുക്കുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് മാറി കൊടുക്കുകയോ ചെയ്യും. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് ഇങ്ങനെ വന്ന് മെർജ് ചെയ്ത് കയറി നമ്മളെ പാസ് ചെയ്ത് പോകാമല്ലോ. അപ്പോൾ പാസ് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവർ കയറിയിട്ട് ഒന്ന് നിർത്തി കൊടുക്കും ട്രക്കുകൾക്ക് തിരിച്ച് നമ്മുടെ ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ മെർജ് ചെയ്ത് കഴിയുമ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിൻ്റെ പാരലായിട്ട് തന്നെ നിന്നുകൊണ്ട് ഒരുപോലെ അങ്ങ് പോകും. നമ്മുടെ ട്രക്ക് മാറ്റി കൊടുക്കുന്ന അവർക്ക് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മെർജ് ചെയ്ത് ഹൈവേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തിരിച്ച് ആ ട്രക്കിന് സ്പേസ് കൊടുക്കണം എന്നുള്ളൊരിതുണ്ടല്ലോ, അതൊരു മര്യാദയാണ്. കാരണം ട്രക്ക് എപ്പോഴും മാറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ലൈനിൽ പോകുന്ന വണ്ടികൾ മാറ്റി കൊടുക്കുന്നത് ഇവർക്ക് ഈസി ആയിട്ട് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ട്രക്കിനെ പാസ് ചെയ്ത് പോവുമോ അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് നിർത്തി കൊടുത്ത് ട്രക്കിനെ തിരിച്ച് ട്രക്കിൻ്റെതായ ലൈനിലേക്ക് ആ റൈറ്റ് മോസ്റ്റ് ലൈനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മര്യാദ കാണിക്കുന്നത് വളരെ മഹത്തായ ഒരു കാര്യമായിരിക്കും. ഹൈവേ ലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഡസ്ട്രിയൽ 40 കൂടെയുള്ള നമ്മുടെ കാലിഫോർണിയൻ യാത്രയുടെ 3ാമത്തെ ദിവസമാണ് ഇന്ന്.
എന്നാണ് നമുക്ക് കാലിഫോർണിയ പോയി ഡെലിവറി കൊടുത്ത് പിക്കപ്പ് എടുക്കേണ്ടതൊക്കെ. നമ്മളിപ്പോൾ ഉള്ളത് അരിസോണയിലെ വില്യംസ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഗ്രാൻഡ് കാനിയൻ്റെ ഒക്കെ പരിസരത്തുള്ള ഒരു ഏരിയയാണ് ഈ വില്യംസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു ദിവസത്തിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്കൽ ടൈം വെളുപ്പിനെ 3:15 നമ്മൾ വേണ്ട അരിസോണ കാലിഫോർണിയ ബോർഡറിലെത്തി കേട്ടോ. ഇവിടെ ഈ ബോർഡർ ഏരിയയിലെല്ലാം നിറയെ കൺസ്ട്രക്ഷനാണ്. ഇനിയിപ്പോൾ കാലിഫോർണിയയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് അഗ്രികൾച്ചർ ഡിക്ലെയർ ചെയ്യണം. നമ്മൾ നേരത്തെ ചില വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ വേണ്ട അരിസോണേനെയും കാലിഫോർണിയനെയും തമ്മിൽ വേർതിരിക്കുന്ന കോളറാഡോ റിവറൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ നേരെ കാലിഫോർണിയയിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിന്ന് ഡെലിവറി ചെയ്യേണ്ടത് കാലിഫോർണിയയിലെ ബ്യൂണ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത യൂണിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വെയർഹൗസ് ആണത്. ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും ഒരു തീരെ സ്പേസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള, നമ്മുടെ നാട്ടിലെ ഒരു ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു മാർക്കറ്റ് ആലോചിച്ച് നോക്കിക്കുക. അതിൻ്റെ അകത്തെ സെറ്റപ്പ് ആയിരിക്കും. നമ്മൾ ഇത്രയും വലിയ ട്രക്കും ട്രെയിലറും കൊണ്ട് ചെന്നിട്ട് അവിടെ ഒന്ന് തിരിക്കാനോ വളയ്ക്കാനോ ഒന്നും സ്പേസ് ഇല്ല. അവിടുത്തെ ഷണ്ടിങ് ട്രക്കുകൾ, അതായത് ക്യാബിന് വലുപ്പമില്ലാത്ത ചെറിയ ട്രക്കുകളുണ്ടല്ലോ, ആ ഷണ്ടിങ് ട്രക്കുകളോ അല്ലെങ്കിൽ ഡേ ക്യാബുകളോ ഉണ്ടോ, നമ്മളെ പോലത്തെ സ്ലീപ്പർ അല്ലാത്ത നീളം കുറഞ്ഞ ട്രക്കുകളില്ലേ, ഡേ ക്യാബുകൾ, അതിനൊക്കെ അവിടെ ഇട്ടൊന്ന് മാനുവർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഇഷ്ടംപോലെ കണ്ടെയ്നറുകളും ട്രെയിലറുകളും എല്ലാം കൊണ്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു വെയർഹൗസ് അത്. അവിടെയാണ് ഇന്ന് നമ്മുടെ ഡെലിവറി. ഇതാണ് നമ്മൾ അഗ്രികൾച്ചർ ഡിക്ലെയർ ചെയ്യേണ്ട സ്ഥലം കേട്ടോ. vegan protein drink. എന്തായാലും ഇത്രയുള്ള കാര്യം. അവർക്കും അറിയാം നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങളോ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ഒന്നും ഇല്ല എന്നുള്ളത്. കാരണം നമ്മൾ റീഫർ അല്ലല്ലോ. എന്തായാലും ഡിക്ലറേഷൻ എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ റോഡിൽ കയറിയിട്ടുണ്ട്. ഇനി നേരെ ബാർസ്റ്റോ എന്ന് പറയുന്ന ടൗണ്, അവിടുന്ന് നേരെ ബ്യൂണ പാർക്ക്.